Today we'll talk about stretch marks. റാപ്പിഡ് ആയിട്ടുള്ള വെയിറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന ടൈമിൽ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള ഫൈബേഴ്സ്, കൊളാജൻ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്കിന്നിൻ്റെ സർഫസിൽ അപ്പിയർ ചെയ്യുന്ന സ്കാർസ് ആണ് ഈ സ്ട്രെച്ച് മാർക്സ് എന്ന് പറയുന്നത്. നോർമലായിട്ട് അത് പ്രഗ്നൻസിയുടെ സമയത്തും ടീനേജിലുള്ള ഗ്രോത്ത് സ്പേർട്ടിൻ്റെ ടൈമിലും പിന്നെ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരിലാണ് കോമൺ ആയിട്ട് കാണുന്നത്. ദർ ഈസ് ഓൾവേസ് എ ജനറ്റിക് പ്രിഡിസ്പോസിഷൻ ടു സ്ട്രെച്ച് മാർക്ക്. നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ സ്ട്രെച്ച് മാർക്ക്? ബേസിക് കൺസെപ്റ്റ് എന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിനും വെയിറ്റ് ലോസും വളരെ ഗ്രാജുവൽ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്ട്രെച്ച് മാർക്സിൻ്റെ നമ്പറൊക്കെ കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഗ്രാജുവലായിട്ട് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അധികം സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാതെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ പ്രഗ്നൻസിയിലാണെങ്കിൽ നമുക്ക് അതുപോലെ വർക്കൗട്ടിന് മുമ്പാണെങ്കിൽ നല്ല ലിബറൽ എമൗണ്ട് ഓഫ് മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ മോയ്സ്ചറൈസേഴ്സ് നമുക്ക് നോർമൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. നമുക്ക് ഓൾസോ വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ഈ ഹൈലൂറോണിക് ആസിഡ്, സെൻട്രൽ ഏഷ്യാറ്റിക് എന്നൊക്കെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. കാരണം മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാനും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഈ സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവുന്നതിൻ്റെ പ്രോസസ്സ് റിട്ടാർഡ് ചെയ്യും. ഇനി വൺസ് യു ഗോട്ട് എ സ്ട്രെച്ച് മാർക്ക്, ഹൗ ക്യാൻ യു ട്രീറ്റ് ഇറ്റ്? വൺസ് പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സേഫ്ലി നമുക്ക് ട്രെറ്റിനോയിൻ ക്രീം യൂസ് ചെയ്യാൻ പറ്റും. ഇത് സ്കിന്നിലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഓൾഡ് ഡാമേജ്ഡ് ആയിട്ടുള്ള കൊളാജനെ ഒക്കെ റിമൂവ് ചെയ്തിട്ട് സ്കിൻ റിജുവിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ തന്നെ ദർ ആർ ലോട്ട് ഓഫ് ഇൻ-ക്ലിനിക് പ്രൊസീജിയേഴ്സ് ദാറ്റ് കൻ ബി ഡൺ ടു റിഡ്യൂസ് ദ അപ്പിയറൻസ് ഓഫ് സ്ട്രെച്ച് മാർക്സ്. You can do microneedling with radio frequency, CO2 lasers are available, and also you can do, there are certain chemical peels also that helps to reduce the appearance of stretch marks.